ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. വിശുദ്ധ റംസാൻ മാസത്തിന്റെ അവസാന 10ലേക്ക് വിശ്വാസികൾ പ്രവേശിച്ചു. നരകമോചനത്തിന്റെ ദിനങ്ങളിൽ സത്കർമ്മങ്ങളും പ്രാർത്ഥനകളുമായി വിശ്വാസികൾ ആത്മീയ നിറവിലാണ്. സത്കർമ്മങ്ങളിൽ സജീവമായും പ്രാർത്ഥനാനിരതമായ മനസ്സുമായും വിശ്വാസികൾ പുണ്യമാസമായ റംസാന്റെ അവസാന 10ലേക്ക് കടന്നിരിക്കുകയാണ്. നരകമോചനത്തിന്റെ ദിനങ്ങളായ ഈ 10 ദിവസങ്ങളിൽ വിശ്വാസികൾ ആത്മീയമായ ഉണർവോടെയാണ് ഓരോ നിമിഷവും ചെലവഴിക്കുന്നത്. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ അഥവാ വിധി നിർണയ രാത്രി അവസാന 10ലെ ഒറ്റപ്പെട്ട ദിനങ്ങളിലൊന്നാണെന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ വിശ്വാസികൾ രാപ്പകൽ ഭേദമില്ലാതെ പ്രാർത്ഥനകളിലും ഖുർആൻ പാരായണത്തിലും സക്കാത്ത് വിതരണത്തിലും മുഴുകി ഈ ദിവസങ്ങളെ ധന്യമാക്കുന്നു. ഖുർആൻ അവതരിച്ച മാസം കൂടിയായതിനാൽ ഖുർആൻ സമ്പൂർണമായി പാരായണം ചെയ്യാനുള്ള വലിയ ഒരുക്കത്തിലാണ് ഓരോരുത്തരും. റംസാന്റെ ഈ ശ്രേഷ്ഠമായ ദിനങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് തിരുവല്ലോമല ടൗൺ മസ്ജിദ് ഇമാം ഷക്കീർ ഹുസൈൻ സഖാഫി CCV ന്യൂസിനോട് വിശദീകരിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രിയപ്പെട്ട വിശ്വാസികളെ, പരിശുദ്ധവും പരിപാവനുമായ വിശുദ്ധമായ റമളാനിലെ അവസാന 10ലാണ് നാം എല്ലാവരും ഇപ്പോൾ നിലകൊള്ളുന്നത്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വിശുദ്ധമായ റമളാൻ ഷരീഫ് നമ്മിൽ നിന്ന് വിട പറയുകയാണ്. ഈ അവസാനത്തെ 10ലാണ് അല്ലെങ്കിൽ ഈ അവസാനത്തെ 10ലാണ് വിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ നാം കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് എന്ന് മഹാന്മാരായ ഇമാമുകൾ എല്ലാം നമ്മെ പഠിപ്പിച്ച് നമുക്ക് കാണാം. വിശുദ്ധമായ റമളാനിലെ 21ാം രാവ് കഴിഞ്ഞു. ഇന്ന് 23ാം രാവിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവും അതുപോലെ തന്നെ 23ാം രാവുമാണ്. ഇനിയുള്ള ഒറ്റയിട്ട രാവുകൾ ഇതെല്ലാം നാം ലൈലത്തുൽ ഖദറിനെ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വിശുദ്ധമായ ഈ റമളാനിന്റെ തുടക്കം അത് വ്യാഴാഴ്ചയിലായതുകൊണ്ട് തന്നെ 25ാം രാവിൽ കൂടുതൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണമെന്നും നമ്മുടെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതായി നമുക്ക് കാണാം. അപ്പൊ ഇനിയുള്ള ഈ ഒറ്റയിട്ട രാവുകൾ കൂടുതൽ ഇബാദത്തുകൾ കൊണ്ട് നാം ഈ വിശുദ്ധമായ റമളാനിനെ ധന്യമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങൾക്കും ഒരുപാട് പ്രതിഫലങ്ങൾ നൽകുന്ന മാസമാണ് വിശുദ്ധമായ റമളാൻ. വിശുദ്ധമായ ഖുർആനിൽ ലൈലത്തുൽ ഖദറിനെ പ്രതിപാദിച്ചുകൊണ്ട് തന്നെ ഒരു സൂക്തം തന്നെ, ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചതായി നമുക്ക് കാണാം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, വിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ നാം ഇറക്കി. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ഓ നബിയെ, ലൈലത്തുൽ ഖദർ എന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പവിത്രമായ അല്ലെങ്കിൽ പുണ്യമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു രാവാണ് ലൈലത്തുൽ ഖദർ. CCV ന്യൂസ്, തിരുവല്ലോമല.